ഹലോ ഫ്രണ്ട്സ്, കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ ഏറ്റവും അധികം പേടിയുള്ള ഒരു കാര്യമാണ് ഒരു വണ്ടി ഹാഫ് ക്ലച്ചിൽ കയറ്റത്തെടുക്കുക. അതുപോലെ തന്നെ ഹിൽ ഏരിയയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന അമിതമായിട്ടുള്ള ഭയം, വണ്ടി കയറ്റത്ത് ഓഫായി പോകുമോ എന്നുള്ളൊരു പേടി. ഒപ്പം തന്നെ പല ആൾക്കാർക്കും ഒരു വണ്ടി റിവേഴ്സിൽ കയറ്റങ്ങളിൽ ഹാഫ് ക്ലച്ചിൽ എടുക്കാനായിട്ട് അറിയത്തില്ല. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, വണ്ടി ഹാഫ് ക്ലച്ചിൽ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ തന്നെ വേണോ, സെക്കൻഡ് ഗിയറിൽ ഹാഫ് ക്ലച്ചിൽ എടുക്കാൻ കഴിയത്തില്ലേ? അതുകൊണ്ട് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട 3 ട്രിക്കുകൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ട്രിക്കുകൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ എൻ്റെ വാഹനവുമായിട്ട് ഇപ്പോൾ ഒരു കയറ്റത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ കയറ്റത്തുനിന്ന് വാഹനം റൈറ്റ് സൈഡിലേക്ക് ചെറിയൊരു ഗട്ടറോട് കൂടിയ റോഡിൽ നിന്ന് വെളിയിലേക്ക് നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് നിർത്തിയേക്കാണ്. ഇതിലാദ്യം എങ്ങനെ പ്രോപ്പറായിട്ടൊരു വണ്ടി നമുക്ക് ഹിൽ ഏരിയയിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഗട്ടറോട് കൂടിയ ഒരു കയറ്റമാണ് ഞാൻ നിൽക്കുന്നത്, ഇവിടെ നമുക്ക് എങ്ങനെ എടുക്കാമെന്നുള്ളത് പ്രോപ്പറായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഞാൻ ആദ്യം നിങ്ങളെ ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി എടുത്ത് കാണിക്കുന്നത്, അതിനുശേഷം സെക്കൻഡ് ഗിയറിലും എടുത്ത് കാണിക്കാം. ആദ്യം എൻ്റെ കാലേത് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, എൻ്റെ വണ്ടി ഇവിടെ കയറ്റത്ത് കിടന്നത് ഫസ്റ്റ് ഗിയറിലും ഹാൻഡ് ബ്രേക്കിലുമാണ്. അപ്പം നമ്മൾ ഒരു വണ്ടി കയറ്റത്ത് ഇതുപോലെ പാർക്ക് ചെയ്തിടുന്ന സമയത്ത് നിങ്ങൾ ഈ പോയിന്റ് ഓർത്തോണം, കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലും ഹാൻഡ് ബ്രേക്കിലും ഇട്ടേ ഒരു വാഹനത്തെ നിർത്താൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ വാഹനം ബൈക്കിലേക്ക് റോളായി പോകും. അപ്പോൾ മുന്നോട്ട് നമുക്ക് വാഹനം പോകാനായിട്ടുള്ള ഫസ്റ്റ് ഗിയർ ആകുമ്പോൾ ആ ഗിയറിൻ്റെ പിടുത്തവും ഹാൻഡ് ബ്രേക്കും കൂടെ വരുമ്പോൾ നമുക്ക് വാഹനത്തെ ഈസി ആയിട്ട് ഓഫ് ചെയ്ത് ഒരിടത്ത് ഇടാൻ കഴിയും. ഇനി നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് പ്രോപ്പർ ഫസ്റ്റ് ഗിയർ കൊടുക്കണം. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടുണ്ടല്ലോ, ഇനി അതുകൊണ്ട് ഗിയർ മാറ്റേണ്ട കാര്യമില്ല. ഫസ്റ്റ് ഗിയർ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കുന്നു, അതിനുശേഷം ഞാൻ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ മുന്നോട്ട് നീങ്ങുന്ന ബൈറ്റിംഗ് പോയിന്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ബൈറ്റിംഗ് പോയിന്റ് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം വണ്ടിയെ നീക്കാനും കഴിയില്ല. അപ്പോൾ ബൈറ്റിംഗ് പോയിന്റിൽ വന്നതിന് ശേഷം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഫുൾ ക്ലച്ച് ചവിട്ടിയേക്കാണ്, ബ്രേക്കിൽ എൻ്റെ കാലുണ്ട്, ബ്രേക്കിൽ നിന്ന് കാല് അയക്കുന്നില്ല. ഞാനിത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് അയച്ച് വരികയാണ്. വരുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട്. ഈ വൈബ്രേഷൻ ലെവൽ എന്ന് പറയുന്നത്, ഈ വൈബ്രേഷൻ ലെവലിൽ ആദ്യം വരുമ്പോൾ തന്നെ നമുക്ക് വാഹനം മുന്നോട്ട് നീങ്ങാനായിട്ട് കാണിക്കുന്ന ഒരു വൈബ്രേഷനാണ്. ഈ ലെവൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് പതുക്കെ ഒന്ന് അയച്ചു നോക്കുക. അയച്ചു നോക്കുമ്പോൾ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോളാകാതെ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രതീതി കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ബൈറ്റിംഗ് പോയിന്റിൽ കൃത്യമായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് വളരെ വേഗത്തിൽ ആക്സിലറേഷൻ പെഡലിലേക്ക് വെച്ചിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്ത് പിടിച്ചിട്ട് വേണം ഈ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് എടുക്കാൻ. പല ആൾക്കാർ ഈ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് ഒറ്റയടിക്ക് എടുക്കും, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. അപ്പോൾ എന്ത് ചെയ്യണം, ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് ഞാൻ കാലിങ്ങോട്ട് അയക്കുന്നു, ആ സെയിം ടൈമിൽ ആക്സിലറേഷൻ കൂടെ കൊടുക്കുമ്പോൾ എൻ്റെ വണ്ടി കയറ്റത്ത് പതിയെ മുന്നോട്ട് നീങ്ങുകയാണ്. നിങ്ങൾ നോക്കിക്കുക, ഇപ്പം ഞാൻ ഈ കയറ്റത്ത് പതുക്കെ വാഹനത്തെ മുന്നോട്ട് നീക്കി. ഓക്കെ, ഇനി ഇങ്ങനെ മുന്നോട്ട് നീങ്ങി ഞാനിത് വളരെ ഈസി ആയിട്ട് തന്നെ ഇപ്പം നമ്മൾ ഈ വാഹനത്തെ ഇങ്ങോട്ട് എടുത്തു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഇങ്ങനെ എടുത്ത ശേഷം നമുക്ക്, അതായത് പല ആൾക്കാർക്കും സംശയമുള്ള ഒരു കാര്യമാണ്, നമുക്ക് കയറ്റത്ത് വണ്ടി സെക്കൻഡ് ഗിയറിൽ എടുക്കാൻ കഴിയുമോ? നിങ്ങൾ നോക്കുക, ഞാൻ വീണ്ടും നമ്മുടെ ഒരു വാഹനം കയറ്റത്ത് ഒരു ഗട്ടറോട് കൂടിയ ഭാഗത്താണ് നിർത്തിയിരിക്കുന്നത്. ഇനി ഞാൻ ഇവിടുന്ന് വണ്ടി സെക്കൻഡ് ഗിയറിൽ എടുക്കാൻ പോവാണ്. നിങ്ങൾ നോക്കുക, ഞാനിത് ഫസ്റ്റ് ഗിയറിൽ നിന്ന് മാറ്റി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. ഇനി സെക്കൻഡ് ഗിയറിൽ എടുക്കുമ്പോഴാണ് പല ആൾക്കാർക്ക് സംശയം, സെക്കൻഡ് ഗിയറിൽ എടുക്കാൻ പറ്റുമോ? ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഞാനിത് ബ്രേക്കിൽ കാല് വെക്കുന്നു, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റ് നമ്മൾ മനസ്സിലാക്കുന്നു. വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ആ പോയിന്റ് മനസ്സിലാക്കുന്നു. എന്നിട്ട് ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുകയാണ്. കറക്റ്റ് വൈബ്രേഷൻ പോയിന്റ് വന്നു. ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോളാകുകയാണ്. കാരണം ഈ സെക്കൻഡ് ഗിയറിൽ നമ്മുടെ വണ്ടി മുന്നോട്ട് പോകാനായിട്ട് ഉള്ള ആ ഒരു രീതി കാണിക്കുന്നില്ല, അതിനുള്ള ഒരു ശേഷി ഗിയർ കാണിക്കുന്നില്ല. അപ്പം നമ്മൾ ആ കറക്റ്റ് പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റ് വന്നു എന്ന് കരുതിയിട്ട് ബ്രേക്കിൽ നിന്ന് അയക്കുന്ന സമയത്ത് വണ്ടി ബാക്കിലേക്ക് റോളാകാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടി ഓഫായി പോകാനായിട്ടുള്ള പ്രതീതി കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റ് വന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ കൊടുത്ത് കയറ്റത്ത് എടുക്കാൻ നോക്കും. എടുക്കാൻ നോക്കുന്ന സമയത്ത് വണ്ടി നീങ്ങുന്നില്ല. കണ്ടോ, വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോയി. ഇതാണ് സെക്കൻഡ് ഗിയറിൻ്റെ ഒരു പ്രോബ്ലം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മളൊരു വാഹനത്തെ
എപ്പോഴെടുത്താലും അത് കയറ്റത്തെന്നല്ല, ഒരു നിരപ്പ് റോഡിൽ എടുത്താൽ പോലും നിങ്ങൾ എടുക്കേണ്ടത് ഏത് ഗിയറിലാണ്? പ്രോപ്പർ ഫസ്റ്റ് ഗിയറിൽ മാത്രമേ വാഹനത്തെ എടുക്കാൻ പാടുള്ളൂ. കാരണം ഫസ്റ്റ് ഗിയറിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഗിയറിൻ്റെ പവർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇനി അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്, നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി കയറ്റത്തെടുക്കത്തില്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി കയറ്റത്തെടുക്കാം. ഇത് ചെയ്യേണ്ടത് തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പിന്നെ ഹാൻഡ് ബ്രേക്കിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, കയറ്റത്തെടുക്കാനായിട്ടുള്ള ഒരു ബ്രേക്കായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് അതിനെ കാണരുത്. ഈ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു എമർജൻസി ബ്രേക്ക് അല്ലെങ്കിൽ ഒരു പാർക്കിംഗ് ബ്രേക്കാണ്. അതായത് നമ്മളൊരു വാഹനം ഒരിടത്ത് പാർക്ക് ചെയ്തിരുന്ന സമയത്ത്, ഇപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ വണ്ടി കയറ്റത്താണ് കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് വണ്ടി സൈഡിലേക്ക് ഒതുക്കി ഇട്ടിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പം നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ശേഷം നമ്മൾ ഇതുപോലെ ഹാൻഡ് ബ്രേക്കും വലിച്ചിട്ട് വണ്ടിയുടെ എൻജിൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തെ ഒരു പരിധി വരെ സേഫായിട്ട് നിർത്തിയിട്ട് നമുക്ക് പോകാൻ കഴിയും. ഇങ്ങനെ പോകുന്ന സമയത്തും നമ്മൾ കൃത്യമായിട്ട് വാഹനത്തിൻ്റെ ബാക്കിൽ കല്ലോ എന്തെങ്കിലും കാര്യങ്ങൾ വെക്കണം. പരമാവധി ഒരു കയറ്റത്ത് കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യാതിരിക്കുക. എന്നാൽ ചില സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു, വേറൊരു ഓപ്ഷനും ഇല്ലാത്ത സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഹാൻഡ് ബ്രേക്ക് ഇട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി പാർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ പാർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മൾ വലിച്ചിടുന്ന സമയത്ത് നമ്മുടെ ബാക്കിലെ 2 ടയറും ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. അതായത് ബാക്കിലെ 2 ടയറിനെയും ഇത് പിടിച്ചു നിർത്തുന്ന ഒരു ചെറിയൊരു കേബിൾ മാത്രമാണ് ഈ ഹാൻഡ് ബ്രേക്ക് കേബിൾ എന്ന് ഉള്ളതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കയറ്റത്ത് തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നു, എടുക്കാൻ കഴിയാത്ത വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വാഹനം നോക്കാവുള്ളൂ. ഇനി അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നിങ്ങളെ കാണിക്കാം. അതിന് നിങ്ങൾ ആദ്യം ബ്രേക്ക് പെഡലെ നമ്മൾ കാല് വെക്കുക. ഇപ്പം നമുക്ക് ബ്രേക്കിൻ്റെ ഒരു പിടുത്തം കൂടെ വന്നു. ഓക്കെ, ക്ലച്ചിൽ നമ്മൾ പൂർണ്ണമായിട്ട് കാല് വെക്കുന്നു, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, പ്രോപ്പർ ഫസ്റ്റ് ഗിയർ കിടക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ബ്രേക്കിൽ നിന്ന് കാലെടുത്താലും വണ്ടി ബാക്കിലേക്ക് റോൾ ആകില്ല. ദേ എടുത്തു, കാരണം എന്താണ്? ഹാൻഡ് ബ്രേക്ക് കിടപ്പുണ്ട്. ഇനി അപ്പോൾ നമുക്ക് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ധൈര്യമായിട്ടും ആക്സിലറേഷൻ പെഡലിൽ വെക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം വണ്ടി മൂവ് ആകാനായിട്ടുള്ള ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക. ഇതേ പതുക്കെ കാലയച്ച് വരുന്നു. ഇതേപ്പോൾ ആ പോയിന്റിൽ വരുമ്പോൾ വണ്ടി മുന്നോട്ട് ഇങ്ങനെ നീങ്ങാനായിട്ട് കാണിക്കും. അപ്പോൾ ആ പ്രോപ്പർ പോയിന്റ് നിങ്ങൾ ബാലൻസ് ചെയ്യുക. വീണ്ടും കാലയച്ച് കഴിഞ്ഞാൽ വണ്ടി ഇവിടെ ഓഫായി പോകും. കാരണം മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള പ്രതീതി കാണിക്കുന്നുണ്ട്, വണ്ടി നീങ്ങുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? വണ്ടി ഓഫായി പോകും. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക. അതായത് ഈ ഹാഫ് ക്ലച്ചിന് പ്രോപ്പർ പോയിന്റ് വരുന്നു, എന്നിട്ട് നമ്മൾ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു പിടിച്ചിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ ഓഫ് ചെയ്യുക. അതിന് ജസ്റ്റ് ഇങ്ങനെ ഇത് മേളിലേക്ക് പ്രസ് ചെയ്യുക, ഈ ബട്ടൺ ഓഫ് ചെയ്ത് പിടിക്കുക. അതായത് ഇങ്ങനെ വലിച്ചു പിടിക്കുക. എന്നിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു പിടിച്ചിട്ട് ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് നിങ്ങൾ കാലയക്കുക. നിങ്ങൾ നോക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ പതുക്കെ കാലയക്കുന്നു, എന്നിട്ട് ഇതേ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കയറ്റത്തൊരു വാഹനത്തെ ഈസി ആയിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു മെത്തേഡും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നിങ്ങളെ അടുത്തതായിട്ട് കാണിക്കുന്നത്, ഒരു വാഹനം നമുക്ക് റിവേഴ്സിൽ ഹാഫ് ക്ലച്ചിൽ ബാക്കിലേക്ക് എടുക്കാവോ? ഇപ്പം നിങ്ങൾ നോക്കുക, എൻ്റെ വണ്ടി ഒരു ഇറക്കത്ത് മുന്നോട്ട് കിടക്കുകയാണ്. എനിക്കിപ്പോൾ വണ്ടി ബാക്കിലേക്ക് എടുക്കണം. അപ്പോൾ റിവേഴ്സ് ഗിയറിന് ഫസ്റ്റ് ഗിയറിനോട് ആ സെയിം ആയിട്ടുള്ള രീതിയിലുള്ള പവർ, ടോർക്ക് ഉണ്ടോ? ഇതെല്ലാം നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ വണ്ടി ന്യൂട്രാക്കുന്നു, റൈറ്റ് സൈഡിലേക്ക് ലിവർ ചേർത്ത് റിവേഴ്സ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി നിങ്ങൾ നോക്കിക്കേ, പ്രോപ്പറായിട്ട് എൻ്റെ കാല് ബ്രേക്ക് പെഡലേ നിൽക്കുകയാണ്. ഇനി ഞാൻ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യാൻ അയച്ചാൽ വണ്ടി മുന്നോട്ട് ഉരുണ്ടു പോകും. അപ്പോൾ മുന്നോട്ട് ഉരുണ്ടു പോകാതെ എൻ്റെ വണ്ടി ബാക്കിലേക്ക് എടുക്കണം. അപ്പോൾ ഞാൻ ബ്രേക്കിൽ നിന്ന് ആദ്യം കാല് അയക്കുന്നില്ല, പ്രോപ്പറായിട്ട് ബ്രേക്ക് ചവിട്ടി പിടിക്കുന്നു. എന്നിട്ട് നമ്മൾ പതിവ് പോലെ തന്നെ വാഹനം മുന്നോട്ട് കയറ്റത്തെടുക്കുന്ന രീതിയിൽ തന്നെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുന്നു. ഇത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് വരുമ്പോൾ നിങ്ങൾ നോക്കുക, എൻ്റെ വണ്ടിക്ക് ഇത് ഇവിടെ ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്. നിങ്ങൾക്കത് എൻ്റെ വിരൽ നോക്കിയാൽ ഫീൽ ചെയ്യും. ഈ ഇപ്പോൾ സ്റ്റിയറിംഗ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ ഈ പ്രോപ്പർ വൈബ്രേഷൻ ലെവലിൽ ഞാൻ നിൽക്കുന്നു. ഇനി കാല് ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചാൽ വണ്ടി ഓഫായി പോകും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്നു. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, എൻ്റെ വണ്ടി ബാക്കിലേക്ക് വളരെ ഈസി ആയിട്ട് എടുക്കുകയാണ്. അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ പതിയെ അയക്കുകയാണ്. അപ്പോൾ എൻ്റെ വണ്ടി ബാക്കിലേക്ക് ആക്സിലറേഷൻ കൊടുത്ത് നീങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹാഫ് ക്ലച്ചിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ വീഡിയോയിൽ നിന്ന് ലഭിച്ചു എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജും കൂടെ നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. വീണ്ടും നമുക്ക് അടുത്തൊരു അറിവുമായിട്ട് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.